History of airlines in India. Tourist transport and operation. ടൂർ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഈ പേപ്പറിൽ സെക്കൻഡ് മോഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഹിസ്റ്ററി ഓഫ് എയർലൈൻസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ എയർലൈൻസിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഏവിയേഷൻ സെക്ടർ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏവിയേഷൻ മേഖല, അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ കാണിക്കുന്നതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. Airline industry in India, 1911 February 18. First commercial flight from Allahabad to Naini made a French pilot, Monseigneur Piguet, covering a distance of about 10 km, carrying 6,500 mails on a Humber biplane. This is considered to be the world's first airmail service and the beginning of civil aviation in India. ഇന്ത്യയിൽ സിവിൽ ഏവിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1911 February 18 ആണ്. ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് ഫ്രം അലഹബാദ് ടു നൈനിറ്റാൾ, അതായത് ഉത്തർപ്രദേശിലെ അലഹബാദ് മുതൽ നൈനിറ്റാൾ വരെ ഉള്ള ഒരു 10 കിലോമീറ്റർ യാത്രയായിരുന്നു. 6500ഓളം മെയിലുകൾ അല്ലെങ്കിൽ കത്തുകൾ വായിച്ചുകൊണ്ടാണ് എയർക്രാഫ്റ്റിൻ്റെ ജേണി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്ത്യയിൽ എയർമെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇന്ത്യയിൽ സിവിൽ ഏവിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും. 1912 December, first domestic air route between Karachi and Delhi was opened by Indian State Air Services in collaboration with Imperial Airways UK. അപ്പം 1912 ഡിസംബറിൽ, അത് ബ്രിട്ടീഷ് ഇന്ത്യയാണ് നമുക്കറിയാം, ബിഫോർ 1947. അപ്പോൾ ആദ്യമായിട്ട് ഡൊമസ്റ്റിക് എയർ റൂട്ട്, അതായത് ഇന്ത്യക്കുള്ളിൽ ആദ്യത്തെ ഒരു എയർ റൂട്ട് എന്ന് പറയുന്നത് കറാച്ചി ആൻഡ് ഡൽഹി ആയിരുന്നു. 1912 അത് ഓപ്പൺ ചെയ്തത് ഇൻ കൊളാബറേഷൻ വിത്ത് ഇമ്പീരിയൽ എയർവേസ് UK. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ചെയ്തിട്ടുണ്ടാവുക ബ്രിട്ടീഷുകാരാണ് ബിഫോർ 1947. അപ്പം ബ്രിട്ടീഷ് ഇന്ത്യയാണ് അന്ന്. കറാച്ചി ഇന്ന് പാകിസ്ഥാൻ്റെ ഭാഗമാണ്, അന്ന് അതെല്ലാം ഇന്ത്യയുടെ ഭാഗമായിരുന്നു. കറാച്ചിയിൽ നിന്ന് ഡൽഹി വരെയാണ് ആദ്യത്തെ ഫസ്റ്റ് ഡൊമസ്റ്റിക് എയർ റൂട്ട് ഇന്ത്യയിൽ. അത് 1912 ഓക്കെ. In 1915, the first Indian airline, Tata Sons Limited, started a regular airmail service between Karachi and Madras without any patronage from the government. ഇന്ത്യയിലെ ഫസ്റ്റ് എയർലൈൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് പ്രൈവറ്റ് എയർലൈൻ എന്ന് വേണമെങ്കിൽ പറയാം, ടാറ്റ സൺസ് ആയിരുന്നു. ടാറ്റ ഗ്രൂപ്പ്, ഇന്നത്തെ ടാറ്റ ഗ്രൂപ്പിൻ്റെ പയനിയർ എന്ന് വിശേഷിപ്പിക്കുന്ന ജാംഷെഡ്ജി ടാറ്റയാണ് ആദ്യത്തെ എയർമെയിൽ സർവീസ് ഗവൺമെൻറ്റിന് സഹായമില്ലാതെ ആദ്യത്തെ പ്രൈവറ്റ് എയർലൈൻ എന്ന് വേണമെങ്കിൽ പറയാം. കറാച്ചി മുതൽ മദ്രാസ് വരെയുള്ള ആദ്യത്തെ സർവീസ് നടത്തി. 1920 January 24, റോയൽ എയർഫോഴ്സ് സ്റ്റാർട്ടഡ് റെഗുലർ എയർമെയിൽ സർവീസസ് ബിറ്റ്വീൻ കറാച്ചി ആൻഡ് ബോംബെ. അന്നത്തെ റോയൽ എയർഫോഴ്സ്, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന അന്നത്തെ എയർഫോഴ്സ് കറാച്ചിയിൽ നിന്ന് ബോംബെ വരെ എയർമെയിൽ സർവീസസ് നടത്തിയിരുന്നു. 1924, construction of civil airports began in India. Construction began at Dum Dum in Calcutta, Bamroli in Allahabad and Gilbert Hill in Bombay. അപ്പോൾ ഇന്ത്യയിൽ സിവിലിയൻസ്, അതായത് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായിട്ട് സിവിൽ എയർപോർട്ട്സ്
കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് 1924 കൽക്കട്ടയിലെ ഡംഡം എയർപോർട്ട്, അതുപോലെ ബംറൗലി ഇൻ അലഹബാദ്, ഉത്തർപ്രദേശിലെ ബംറൗലി എന്ന് പറയുന്ന എയർപോർട്ട്, പിന്നെ ബോംബെയിലെ ഗിൽബർട്ട് ഹിൽ എന്ന് പറയുന്ന എയർപോർട്ട്. ഇതൊക്കെയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ സിവിൽ എയർപോർട്ട്സ് എന്ന് പറയുന്നത്. 1927 April, Department of Civil Aviation was set up to look after all civil aviation matters. Aero Club of India was also established. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ മേഖല റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റെയിൽ കാര്യങ്ങൾ മൊത്തം മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ, ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ സ്റ്റാർട്ട് ചെയ്തു 1927 April. അതുപോലെ എയർ ക്ലബ് ഓഫ് ഇന്ത്യയും എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ്. 1932 Tata Airlines came to being as a division of Tata Sons Limited. It started airmail services on Karachi, Ahmedabad, Bombay, Bellary, Madras routes on 15th October 1932. അപ്പോൾ ആദ്യം പറഞ്ഞു ടാറ്റ എയർലൈൻസ് ആണ് ആദ്യത്തെ പ്രൈവറ്റ് എയർലൈൻ എന്ന് വിശേഷിപ്പിക്കാവുന്നത്. അതായത് ഗവൺമെൻറ് സപ്പോർട്ടില്ലാതെ 1915. 1932 ആ ടാറ്റ സൺസിൻ്റെ ഒരു സബ്സിഡറി, അതായത് ഈ എയർലൈൻ ഇൻഡസ്ട്രിയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി മാത്രമായിട്ട് അതിൻ്റെ ഒരു ഡിവിഷൻ ഫോം ചെയ്തതാണ് ടാറ്റ എയർലൈൻസ്. അവർ കറാച്ചി, അഹമ്മദാബാദ്, ബോംബെ, ബെല്ലാരി, കർണാടകയിലെ അല്ല മദ്രാസ്, ഇവിടെയൊക്കെ എയർമെയിൽ സർവീസസ് നടത്തിയിരുന്നു. Between 1933 and 34, number of Indian airlines, Indian Transcontinental Airways, Madras Air Taxi Services, Indian National Airways, etc. commenced operation. അപ്പോൾ ഈ പറയുന്ന കമ്പനികളെല്ലാം 33 and 34 ആ കാലഘട്ടങ്ങളിൽ ടാറ്റയ്ക്ക് പുറമെ സർവീസ് നടത്തിയിരുന്നു. 37 ഇന്ത്യൻ എയർക്രാഫ്റ്റ് ആക്ട് വരുന്നത്. 1934 അത് പ്രപ്പോസ് ചെയ്തത്. 1937 അത് പ്രാബല്യത്തിൽ വരുന്നു, ഇന്ത്യൻ എയർക്രാഫ്റ്റ് ആക്ട്. 1940 ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL was set up by Walchand Hirachand in association with the then Mysore government at Bangalore. അപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഈ മേഖലയിലെ സെൻട്രൽ ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന ഒരു പ്രീമിയർ സ്ഥാപനമായിട്ടുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് 1940 വാൽചന്ദ് ഹിരാചന്ദ് എന്ന് പറയുന്ന ഇദ്ദേഹമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൈസൂർ ഗവൺമെൻറ്റുമായിട്ട്, അന്നത്തെ മൈസൂർ ഗവൺമെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ബാംഗ്ലൂരിൽ. ദെൻ 1941 July, India's first aircraft, the Harlow trainer, was rolled out for test flight in July 1941. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ എയർക്രാഫ്റ്റ്, പൂർണ്ണമായിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആദ്യത്തെ എയർക്രാഫ്റ്റ് ബ്രിട്ടീഷ് ഇന്ത്യയാണ്. ഹെർലോ ട്രെയിനർ സ്റ്റാർട്ട് ചെയ്യുന്നു 1941. 1945 ഡെക്കാൻ എയർവേസ് വാസ് ഫൗണ്ടഡ്, jointly owned by Nizam of Hyderabad and Tatas. Its first flight began in July 1946. അപ്പോൾ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു എയർവേസാണ് ഡെക്കാൻ എയർവേസ്. അത് ഹൈദരാബാദിലെ നൈസാമിൻ്റെ അതുപോലെ ടാറ്റയുടെ ഒരു ജോയിൻറ്റ് വെഞ്ചറായിരുന്നു. അവർ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയത് 1946. അതുപോലെ തന്നെ 46 എയർ ഇന്ത്യ കെയിം ഇൻ ടു ബീയിങ് വെൻ ടാറ്റ എയർലൈൻസ് ചേഞ്ച്ഡ് ഇറ്റ്സ് നെയിം ടു എയർ ഇന്ത്യ. അപ്പോൾ നമ്മുടെ എയർ ഇന്ത്യ എന്ന് പറയുന്നത് ടാറ്റ എയർലൈൻസ് ആയിരുന്നു യഥാർത്ഥത്തിൽ. പിന്നീട് അത് ഗവൺമെൻറ് ഏറ്റെടുക്കുകയായിരുന്നു. മേജർ ഷെയർ ഗവൺമെൻറ് ഏറ്റെടുത്തതിന് ശേഷമാണ് എയർ ഇന്ത്യ എന്ന പേര് കൊടുത്തത്. So 1947, at the time of independence, 9 air transport companies were operational. Later the number reduced to 8 when the Orient Airways shifted to its base to Pakistan. The then operational airlines were Tata, Indian National Airways, Air Service of India, Deccan, Ambika Airways, Bharat Airways and Mystery Airways.
These airlines were operating within and beyond the frontiers of the company, carrying both air cargo and passengers. 1947 നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഏകദേശം 9 എയർ ട്രാൻസ്പോർട്ട് കമ്പനീസ് ആയിരുന്നു ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഓറിയൻ്റ് എയർവേസ് പാകിസ്ഥാൻ ഉണ്ടായപ്പോൾ പാകിസ്ഥാനിലേക്ക് അവരുടെ ഓപ്പറേഷൻ ഷിഫ്റ്റ് ചെയ്തു. പിന്നെ അതിന് ശേഷം ടാറ്റ, ഇന്ത്യൻ നാഷണൽ എയർവേസ്, എയർ സർവീസ് ഓഫ് ഇന്ത്യ തുടങ്ങി ഡെക്കാൻ തുടങ്ങി മിലിറ്ററി എയർവേസ് വരെയുള്ള 8 എയർലൈൻസ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ബോത്ത് പാസഞ്ചേഴ്സിന് ട്രാവൽ ചെയ്യാനായിട്ടും അതുപോലെ കാർഗോസ് കൊണ്ടുപോകാനായിട്ടും. 48 നമ്മൾ ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ വിമാന കമ്പനികൾ ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നു. അതുപ്രകാരം എയർ ഇന്ത്യ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്നുള്ള പേര് കൊടുക്കുകയാണ്. എയർ ഇന്ത്യ, അന്നത്തെ എയർ ഇന്ത്യ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിന് ഒരു ഇൻ്റർനാഷണൽ സർവീസ് നടത്താനുള്ള സ്റ്റാറ്റസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുക്കുന്നു അണ്ടർ ദ നെയിം എയർ ഇന്ത്യ ഇൻ്റർനാഷണൽ ലിമിറ്റഡ്. ഓൺ June 8, എയർ ഇന്ത്യ ഇനാഗുറേറ്റഡ് ഇറ്റ്സ് ഇൻ്റർനാഷണൽ സർവീസസ് വിത്ത് വീക്ക്ലി ഫ്ലൈറ്റ് ബിറ്റ്വീൻ ബോംബെ ആൻഡ് ലണ്ടൻ വേ കൈറോ ആൻഡ് ജനീവ. അപ്പോൾ അവരുടെ ആദ്യത്തെ സർവീസ് എന്ന് പറയുന്നത് ബോംബെയും ലണ്ടനും കണക്ട് ചെയ്തുകൊണ്ടായിരുന്നു. ഏത് വഴിയാണ് പോരുന്നത് വെച്ചാൽ കൈറോ, അത് ഈജിപ്തിലെ കൈറോയും അതുപോലെ സ്വിറ്റ്സർലൻഡിലെ ജനീവ കണക്ട് ചെയ്തിട്ടായിരുന്നു. 53 മാർച്ച് Indian Parliament passed the Air Corporations Act 53 and Indian Airlines, Air India International were set up after nationalization of entire airline industry. 8 formerly independent domestic airlines: Deccan Airways India, Bharat Airways, Himalayan Aviation, Kalinga Airlines, Indian National Airways, Air India, Air Service of India were merged. ഇന്ത്യൻ പാർലമെൻറ്റ് എയർ കോർപ്പറേഷൻസ് ആക്ട് പാസ് ചെയ്യുന്നു 1953. ഇന്ത്യൻ എയർലൈൻസും അതുപോലെ എയർ ഇന്ത്യ ഇൻ്റർനാഷണലും നമ്മുടെ ഈ എയർലൈൻ ഇൻഡസ്ട്രിയിൽ ഇതുപോലെ ഒരു നാഷണലൈസേഷൻ നടന്നു. അതായത് മെജോറിറ്റി പ്രൈവറ്റ് മേഖലയിലായിരുന്നു ഈ എയർക്രാഫ്റ്റുകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചധികം എയർ കമ്പനികളെ ഗവൺമെൻറ് ഏറ്റെടുത്തു. അതാണ് നാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എയർ കോർപ്പറേഷൻസ് ആക്ട് പ്രകാരം 1953 അപ്പോൾ അതുപ്രകാരം ഏകദേശം 8 ഇൻഡിപെൻഡൻറ്റ് ഡൊമസ്റ്റിക് എയർലൈൻസിനെ ഈ പറഞ്ഞ ഡെക്കാൻ, അതുപോലെ എയർവേസ് ഇന്ത്യ, ഭാരത് എയർവേസ് തുടങ്ങി 8ഓളം എയർലൈൻ കമ്പനീസിനെ മെർജ് ചെയ്തിട്ട് ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. 53 അതുപോലെ സിവിൽ ഹെലികോപ്റ്റർ സർവീസസ് വർ ഇൻട്രൊഡ്യൂസ് ഇൻ ദ കൺട്രി. ഇന്ത്യയിൽ സിവിലിയൻസിന്, അതായത് ജനങ്ങൾക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ആദ്യമായിട്ട് ഹെലികോപ്റ്റർ സർവീസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 72 ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്. അതുപോലെ 1972 ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. പിന്നെ വായുദൂത് ആ സമയത്ത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു എയർലൈനായിരുന്നു. ഗവൺമെൻറ് ഓൺഡ് എയർലൈൻ കമ്പനിയായിരുന്നു. അവർ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് 1981 86 നാഷണൽ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ വരുന്നത്. ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ 72 അതുപോലെ 86 നാഷണൽ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1995 April 1 എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ മെർജിങ് ദി ഇൻ്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വിത്ത് നാഷണൽ എയർപോർട്ട്സ് അതോറിറ്റി. അപ്പോൾ 1995 ഇന്ന് നമ്മൾ കാണുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയിലെ ഏവിയേഷൻ സെക്ടർ കൺട്രോൾ ചെയ്യുന്ന അപ്പെക്സ് അതോറിറ്റിയാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത് ഫോം ചെയ്യുന്നത് ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും അതുപോലെ നാഷണൽ എയർപോർട്ട്സ് അതോറിറ്റിയും കൂടി മെർജ് ചെയ്തതിന് ശേഷമാണ് 1995. 1999 June 10
Sial Airport was the first airport in India which was built with the public-private participation and was made operational. അപ്പോൾ സിയാൽ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് 1999 ആദ്യത്തെ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ബേസ് ചെയ്തുകൊണ്ട് ഒരു എയർപോർട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരുന്നു. അതായത് സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി ഒരു എയർപോർട്ട്, അതുവരെ പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റായിരുന്നു കൺസ്ട്രക്ഷൻ ഈ എയർപോർട്ട് കൺസ്ട്രക്ഷനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വകാര്യ മേഖലയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആദ്യത്തെ എയർപോർട്ട് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റായിരുന്നു സിയാൽ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്, 1999. പിന്നെ 2003 എൻട്രി ഓഫ് ലോ കോസ്റ്റ് കാരിയേഴ്സ് എയർ ഡക്കാൻ സ്റ്റാർട്ടഡ് ഇറ്റ്സ് സർവീസസ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എയർലൈനാണ് എയർ ഡക്കാൻ. അപ്പോൾ ഈ പാസഞ്ചേഴ്സ് അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഹൈ ടിക്കറ്റ് റേറ്റ്സ് ആയിരുന്നു. അപ്പോൾ അത് മറികടക്കുക എന്നുള്ള രീതിയിലാണ് ലോ കോസ്റ്റ് എയർലൈൻസ് ഇന്ത്യയിൽ കൊണ്ടുവന്നത്, അത് ഡൊമസ്റ്റിക് റൂട്ട്സിൽ. അപ്പോൾ ആദ്യമായിട്ട് അത് വരുന്ന എയർ ഡക്കാണായിരുന്നു. 2004 ഗവൺമെൻറ് അപ്രൂവ്ഡ് സെറ്റിംഗ് അപ്പ് ഓഫ് പ്രൈവറ്റ് ഗ്രീൻഫീൽഡ് എയർപോർട്ട്സ് അറ്റ് ഹൈദരാബാദ് ആൻഡ് ബാംഗ്ലൂർ. 2004 അതുപോലെ ഗ്രീൻഫീൽഡ് എയർപോർട്ട്സ് ഹൈദരാബാദിലും ബാംഗ്ലൂരിലും കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഗവൺമെൻറ് അപ്രൂവൽ കൊടുക്കുന്നു. അതുപോലെ 2004 എയർ ഡക്കാൻ പോലെയുള്ള ലോ കോസ്റ്റ് എയർലൈനായിട്ടുള്ള ഗോ എയർ സ്റ്റാർട്ട് ചെയ്യുന്നു. 2005 മെയിൽ കിങ്ഫിഷർ എയർലൈൻസ്, അതുപോലെ സ്പൈസ് ജെറ്റ്, ഇത്തരത്തിലുള്ള എല്ലാ എയർലൈൻസും ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനിയിപ്പം കറൻ്റ്ലി നോക്കുകയാണെങ്കിൽ ഇത് 2009 കണക്കാണ്, 2010 കണക്കാണ്. India is the 9th largest aviation market in the world with 90 operational airports, 1,180 aircrafts, 303 helicopters, 11 operational scheduled airlines, 133 non-scheduled operators. It is envisaged that by year 2020, India will be among top 3 civil aviation markets in the world and will handle about 300 million passengers. India is expected to become the world's third largest aviation market by 2024. അപ്പോൾ ഇത് കുറേ മുന്നുള്ള സ്റ്റാറ്റ്സാണ്. അത് പറയുന്നത് ഇന്ത്യ ലോകത്തിലെ 9ാമത്തെ ഏറ്റവും വലിയ ഏവിയേഷൻ മാർക്കറ്റാണ്. ആ കാലത്തായിരുന്നു. കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്ന് പറയാം. ഏകദേശം ആ സമയത്ത് 90-ലധികം എയർപോർട്ട്സ് ഓപ്പറേഷണലായിട്ടുണ്ടായിരുന്നു. അതുപോലെ 1000-ലധികം എയർക്രാഫ്റ്റുകൾ, 300-ലധികം ഹെലികോപ്റ്റേഴ്സ്, 11 ഓപ്പറേഷണൽ ഷെഡ്യൂൾഡ് എയർലൈൻസ് ഉണ്ടായിരുന്നു. പിന്നെ 133 നോൺ ഷെഡ്യൂൾഡ് ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് പറയുന്നത് 2024 ആകുമ്പോഴേക്കും നമ്മൾ ഏകദേശം അതിൻ്റെ ഒരു വക്കിലെത്തി നിൽക്കുകയാണ് ഇൻ ടേംസ് ഓഫ് പാസഞ്ചേഴ്സ് വോളിയം. 2024 ആകുമ്പോഴേക്കും ലോകത്തിലെ 3ാമത്തെ വലിയ ഏവിയേഷൻ മാർക്കറ്റ് ആവുമെന്നാണ് പറയുന്നത്. ഇനി തിരിച്ചു വരാം 2005 വരെ പറയാം. 2006 ഇതുപോലെ ഇൻഡിഗോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ എയർ ഡക്കാൻ സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ ഗോ എയർ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ കിങ്ഫിഷർ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഇൻഡിഗോ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലോ കോസ്റ്റ് കാരിയേഴ്സാണ്, അതായത് ഡൊമസ്റ്റിക് റൂട്ട്സിൽ ആണ് ഇവർ സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഏവിയേഷൻ സെക്ടർ കൂടുതൽ ജനകീയമാക്കുന്നതിൽ ഇത്തരത്തിലുള്ള ലോ കോസ്റ്റ് എയർലൈൻസ് വലിയ രീതിയിലുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. 2008 പാത്ത് ബ്രേക്കിംഗ് ഗ്രീൻഫീൽഡ് എയർപോർട്ട് പോളിസി കൊണ്ടുവന്നു. അതുപോലെ ഓഗസ്റ്റിൽ ഈ ഡെക്കാണിനെ കിങ്ഫിഷർ ഏറ്റെടുക്കുന്നു, ഇൻ ദി നെയിം കോൾഡ് കിങ്ഫിഷർ റെഡ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ 2010 എയർപോർട്ട് എക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതായത് ഈ വ്യോമയാന മേഖലയിലെ സാമ്പത്തിക പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിനൊരു അപ്പെക്സ് ബോഡി എന്നുള്ള രീതിയിലാണ് എയർപോർട്ട് എക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഇന്ത്യയിൽ 2010 നിലയിൽ വന്നു.
ഇനി കറണ്ട് സ്റ്റാറ്റസ് ആണ്. ആസ് ഓഫ് സെപ്റ്റംബർ 2020 125 ഓപ്പറേഷണൽ എയർപോർട്ട്സാണ് ഇന്ത്യയിലുള്ളത്. 2019 നവംബർ പ്രകാരം 680 എയർപ്ലെയിൻസ് സർവീസിലുണ്ട്. അതുപോലെ 2038 ആകുമ്പോഴേക്കും 2380 ന്യൂ കൊമേഴ്ഷ്യൽ എയർപ്ലെയിൻസ് കൂടി നമുക്ക് ആവശ്യമുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ 2019 ഡിസംബർ ആകുമ്പോഴേക്കും അത് ആ സമയത്ത് പറയുന്നതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എയർക്രാഫ്റ്റ്സ് ഫ്ലൈ ചെയ്യുന്ന ഒരു സമയമായിരിക്കും അതാ 2019 ഡിസംബർ എന്നാണ് പറയുന്നത്. ഈ സ്റ്റാറ്റ്സിനേക്കാളും എബോവ് ആണ് ഇപ്പോൾ നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇന്ത്യ പ്ലാൻസ് ടു ഓപ്പൺ 100 അഡീഷണൽ എയർപോർട്ട്സ് ബൈ 2024. അപ്പോൾ അത്രയധികം ഡിമാൻഡാണല്ലോ. അപ്പോൾ 2024 കൂടി പറയുന്നു പ്രഡിക്ഷനാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഏവിയേഷൻ മാർക്കറ്റായി മാറുമെന്ന് പറയുന്നു. അപ്പോൾ അത്രയധികം പാസഞ്ചേഴ്സ് ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട്, അത്രയധികം ഡിമാൻഡുണ്ട്. സോ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ഫുൾ എഫിഷ്യൻ്റായിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഓപ്പറേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എഫിഷ്യൻ്റായിട്ട് ഈ മേഖലയിൽ ഓപ്പറേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ 2024 കൂടി 100 അഡീഷണൽ എയർപോർട്ടുകൾ കൂടി കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ പോസിബിളായിട്ടുള്ള എല്ലാ ടെറൈൻസിനും എയർ ട്രാവൽ പോസിബിളാക്കുക എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അത് കൊണ്ട് ആ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തുകൊണ്ടാണ് ഗവൺമെൻറ് ഉഡാൻ എന്ന് പറയുന്ന ഒരു സ്കീം കൊണ്ടുവന്നത്. അതായത് ഉഡേ ദേശ് കാ ആം നാഗരിക്, ഇന്ത്യയിലെ എല്ലാ മേഖലകളെയും ഈ ഏവിയേഷൻ അല്ലെങ്കിൽ എയർലൈൻ റൂട്ട്സ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതുപോലെ കുറച്ചുകൂടി അഫോർഡബിൾ ആക്കുക, എല്ലാവർക്കും സഞ്ചരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാക്കി ഏവിയേഷൻ അല്ലെങ്കിൽ ഈ എയർലൈൻ മേഖലയെ മാറ്റുക എന്നുള്ളതൊക്കെ ആയിരുന്നു ഈ ഉഡാൻ എന്ന് പറയുന്ന സ്കീമിൻ്റെ ഉദ്ദേശം. ഇനി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻ ടേംസ് ഓഫ് പാസഞ്ചർ വോളിയം പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഛത്രപതി ശിവാജി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒന്നാമത്തെ മഹാരാഷ്ട്രയിലാണ്, കൊമേഴ്ഷ്യൽ എയർപോർട്ടാണ്. പിന്നെ കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് ബാംഗ്ലൂർ, കോഡാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഛത്രപതി ശിവാജി ഇൻ്റർനാഷണൽ എയർപോർട്ട് BOM എന്നുള്ള കോഡിലാണ് അറിയപ്പെടുന്നത്. കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് അതാണ് ബാംഗ്ലൂർ എയർപോർട്ട് നമ്മൾ സാധാരണ പറയുന്നത്. അതിൻ്റെ ഫുൾ നെയിമാണ് BLR. ദെൻ ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് ചെന്നൈയിൽ തന്നെയാണ്, MAA എന്നാണ് അതിൻ്റെ കോഡ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് CCU അത് ഇതുപോലെ വെസ്റ്റ് ബംഗാളാണ്. പിന്നെ ചൗധരി ചരൺ സിംഗ് ഇൻ്റർനാഷണൽ എയർപോർട്ട് LKD എന്നാണ് കോഡ്, ലക്നൌവിലാണ്, ഉത്തർപ്രദേശ്. ശ്രീ ഗുരു രാംദാസ് ജി ഇൻ്റർനാഷണൽ എയർപോർട്ട് ATQ ആണ് കോഡ്, അമൃത്സർ, പഞ്ചാബ്. പിന്നെ വിശാഖപട്ടണം ഇൻ്റർനാഷണൽ എയർപോർട്ട് VTZ വിശാഖപട്ടണത്ത് തന്നെ. പിന്നെ കണ്ണൂരുണ്ട് നമ്മുടെ സൂറത്ത് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഗുജറാത്തിൽ. ദേവി അഹല്യഭായ് ഹോൾക്കർ എയർപോർട്ട് ഇൻഡോർ മധ്യപ്രദേശിൽ. പിന്നെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് നമുക്കറിയാം. പിന്നെ സർദാർ പട്ടേൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് അഹമ്മദാബാദിൽ. ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഡൽഹി. ഡബോളിം എയർപോർട്ട് ഗോവ. പിന്നെ പൂനെ മഹാരാഷ്ട്ര. തിരുവനന്തപുരം കേരള. കോയമ്പത്തൂർ തമിഴ്നാട്. കാലിക്കറ്റ് കേരള. ബിജു പട്നായിക് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒഡീഷയിലാണ്, ഭുവനേശ്വർ. ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി ഇൻ്റർനാഷണൽ എയർപോർട്ട് GAU ആണ് കോഡ്, ഗുവാഹത്തി ആസാമിലാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻ്റർനാഷണൽ എയർപോർട്ട് വാരണാസി ഉത്തർപ്രദേശിൽ. രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഹൈദരാബാദ് തെലങ്കാന. പിന്നെ അതുപോലെ
തിരുച്ചിറപ്പള്ളി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. ബാബാ സാഹിബ് അംബേദ്കർ ഇൻ്റർനാഷണൽ എയർപോർട്ട് നാഗ്പൂർ മഹാരാഷ്ട്ര. ഷെയ്ഖുൽ ആലം ഇൻ്റർനാഷണൽ എയർപോർട്ട് ശ്രീനഗർ. പിന്നെ ഇംഫാൽ മേഘാലയ. അതുപോലെ ജയ്പൂർ ഉണ്ട്, മധുര. ബഗ്ദോഗ്ര ഇൻ്റർനാഷണൽ എയർപോർട്ട് സിലിഗുരി വെസ്റ്റ് ബംഗാൾ. ജയപ്രകാശ് നാരായൺ ഇൻ്റർനാഷണൽ എയർപോർട്ട് പറ്റ്ന. പിന്നെ മാംഗ്ലൂർ അതായത് മംഗലാപുരം. പിന്നെ ചണ്ഡീഗഡ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ചണ്ഡീഗഡ്. ഇനി നേരത്തെ പറഞ്ഞ ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് അതിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയാം. 34 ഇൻ്റർനാഷണൽ എയർപോർട്ട്സാണ് ഇന്ത്യയിലുള്ളത് ആസ് ഓഫ് നൗ ഇതുവരെ. ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് is the largest international airport constructed in 5495 acres. It is also the busiest airport in India, followed by ഛത്രപതി ശിവജി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഡൽഹിയാണ്. പിന്നെ ഏറ്റവും ബിസിയസ്റ്റ് എയർപോർട്ടും ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. പിന്നെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് നേരത്തെ പറഞ്ഞു. സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ എയർപോർട്ടാണ് സിയാൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. പിന്നെ അതുപോലെ ജുഹു എയറോഡ്രോം മുംബൈ ഇസ് ദ ഫസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് എയർപോർട്ട് ഇൻ ഇന്ത്യ, ഫൗണ്ടഡ് ഇൻ 1928. മുംബൈയിലെ ജുഹു എന്ന് പറയുന്ന എയറോഡ്രോം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് എയർപോർട്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഹെലികോപ്റ്റേഴ്സ് അതുപോലെ മറ്റുള്ള എയർക്രാഫ്റ്റുകൾക്കൊക്കെ വന്ന് ഇന്ധനം നിറയ്ക്കാനും അതുപോലെ ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും ഒക്കെ പറ്റുന്ന ഒരു പർട്ടിക്കുലർ പ്ലേസ് നമ്മൾ എയറോഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ എയറോഡ്രോമുകളിലൊന്നാണ് ജുഹു എയറോഡ്രോം. പിന്നെ ഇന്ത്യയിലെ സ്മോളസ്റ്റ് എയർപോർട്ട് എന്ന് പറയുന്നത് ട്രിച്ചിയാണ്, അതായത് തിരുച്ചിറപ്പള്ളി തമിഴ്നാട്ടിൽ. കുഷോക് ബാക്കുല റിംപോച്ചെ 23rd highest commercial airport in the world at 3256 meters. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടാണ് കുഷോക് ബാക്കുല റിംപോച്ചെ. ലഡാക്കിലാണ്, ജമ്മു കാശ്മീരിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അത് വേൾഡിൽ 23ാമത്തെയാണ് ഇൻ ടേംസ് ഓഫ് ഹൈറ്റ്. 23rd ഹയസ്റ്റ് കൊമേഴ്ഷ്യൽ എയർപോർട്ടാണ്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 3256 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. ഇന്ത്യയിലെ ഏവിയേഷൻ ഇൻഡസ്ട്രി അതിൻ്റെ അല്ലെങ്കിൽ എയർലൈൻ ഇൻഡസ്ട്രിയുടെ ഒരു ഹിസ്റ്ററിയും അതുപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ എയർപോർട്ട്സുമാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പം ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.